അങ്കമാലിയിൽ അച്ഛൻ തലക്കടിച്ചും നിലത്തെറിഞ്ഞും കൊല്ലാൻ ശ്രമിച്ച 55 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് കേരളത്തിൻ്റെ നൊമ്പരമാകുന്നു. കുഞ്ഞിൻ്റെ അതിസങ്കീർണമായ ശസ്ത്രക്രിയ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. കുഞ്ഞ് അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. അതിനിടെ ഷൈജു തോമസ് കൊല്ലാൻ ശ്രമിച്ചത് പെൺകുഞ്ഞായതിനാലാണെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ. കുഞ്ഞിൻ്റെ രാത്രിയിലുള്ള കരച്ചിലിൽ അസ്വസ്ഥനായ ഷൈജു ഇതിനു മുമ്പും കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. അത്യന്തം ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ് കുഞ്ഞിൻ്റെ അമ്മയുടേത്. കേരളം എങ്ങോട്ട് പോകുന്നു? ജനം TV ഈ മണിക്കൂറിൽ അന്വേഷിക്കുന്നു. 2 അതിഥികൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് ശുഭലക്ഷ്മി, തെരുവോരം മുരുകൻ. 2 അതിഥികളെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശുഭലക്ഷ്മി, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നേപ്പാൾ സ്വദേശിനിയെ 1 വർഷം മുമ്പാണ് ഷൈജു തോമസ് വിവാഹം ചെയ്തത്. ജനിച്ചത് പെൺകുഞ്ഞായതിനാൽ ഷൈജു തുടക്കത്തിലെ അതൃപ്തനായിരുന്നു. ഇക്കാര്യം പറഞ്ഞ് പലതവണ ഷൈജു വഴക്ക് കൂടിയതായും ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇത്തരം വാർത്തകൾ കേട്ടിട്ടുണ്ട്. പ്രബുദ്ധമായ നമ്മുടെ കേരളത്തിൽ നിന്നും ഇതാദ്യമായാണ് പെൺകുഞ്ഞ് ആയതിനാൽ ഒരച്ഛൻ കൊല്ലാൻ തുനിഞ്ഞെന്ന വാർത്ത പുറത്തു വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇതിന് വേറെ പല തലങ്ങളുണ്ട്. മദ്യപാനത്തിന്റെ പോളിസി, ലിക്കർ പോളിസി, സ്റ്റേറ്റിന്റെ ലിക്കർ പോളിസി, അത് മറച്ചു വെക്കാനാണ് ഇങ്ങനെ ഒരു മൊഴി വന്നിട്ടുള്ളത്. നമുക്കറിയില്ല. ഈ മൊഴി ഇവര് തന്നെ പറഞ്ഞാണ്. ഇവര് നേപ്പാളി സ്വദേശി എന്ന് പറയുന്നു. അവരുടെ മൊഴിയുടെ ട്രാൻസ്ലേഷൻ ശരിയായിരുന്നു എന്നൊക്കെ നമുക്ക് അതൊക്കെ എന്താ പറയാ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയേണ്ടതാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട സംഗതികളാണ്. പക്ഷെ ഇതില് ഞാൻ കാണുന്നത് മനഃശാസ്ത്രപരമായും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റേറ്റിന്റെ ലിക്കർ പോളിസി, ഈ മദ്യനയം, മദ്യപാനികൾക്ക് ഇഷ്ടത്തിന് മദ്യം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ റവന്യൂ വർദ്ധിപ്പിക്കാനായിട്ട് കുടിയന്മാരാക്കി മാറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത് മദ്യം കിട്ടാത്ത അവസ്ഥയിൽ അവരുടെ മാനസികത, ഇത് ബ്രെയിനിന്റെ കെമിക്കൽസിലൊക്കെ വ്യത്യാസം വരുത്തി, ഒരു സ്ട്രക്ചറിലൊക്കെ ഇങ്ങനെ, ഒരു കെമിക്കൽ സ്ട്രക്ചറിലൊക്കെ ഇങ്ങനെ വ്യത്യാസം വരുത്തി അതിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ മാനസികമായിട്ടുള്ള കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഇതിൽ വരാം. ഇനി അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത് എന്നുള്ള സംശയം നമുക്ക് ഉന്നയിച്ചാൽ അതിന് തെറ്റ് പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെ ഒരു അവഗണന, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രബുദ്ധമായിട്ടുള്ള സമൂഹം എന്നാണ് നമ്മളൊക്കെ അവകാശപ്പെടുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ പെൺകുഞ്ഞുങ്ങളോട് അവഗണന നിലനിൽക്കുന്നുണ്ടോ? എന്നെനിക്ക് തോന്നിയിട്ടില്ല. അവഗണന ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് സത്യമാണ്. കുറെ റെസ്ട്രിക്ഷൻസ് പെൺകുട്ടികളുടെ കാര്യത്തില് കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പെൺകുഞ്ഞായതുകൊണ്ട് അതിനെ കളയുക എന്നുള്ളത് മലയാളികൾക്കിടയിൽ ഞാൻ കേട്ടിട്ടില്ല. എന്റെ അനുഭവത്തിലോ എന്റെ ഒരു സമ്പർക്കത്തിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അറിയുന്നതല്ലേ എനിക്ക് പറയാൻ സാധ്യള്ളൂ. അപ്പോ മലയാളി ആയതുകൊണ്ട്, അല്ല മറ്റേ പെൺകുട്ടി ആയതുകൊണ്ട് മലയാളിയായിട്ടുള്ള നമ്മള് പെൺകുട്ടിയെ എന്താ പറയാ, ഫീറ്റിസൈഡിന്റെ അവസ്ഥയിലേക്ക് പോയതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളൊരു മലയാളിയുടെ ലെവലിൽ നമുക്ക് കണ്ടിട്ടില്ല. ഞാൻ കേസസ് ഒന്നും, വേറെ കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വേറെ ആളുകളാണ്. മലയാളികളുടെ ഇടയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ കൊറോണ കാലത്ത് കുറേ അധികം സ്ട്രെസ്സും സ്ട്രെയിനും കുറേ അധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഈ മദ്യപാനം കിട്ടാതെ വരുന്ന അവസ്ഥ, മദ്യപാനം കിട്ടാതെ വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ്, കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ, പിന്നെ വർദ്ധിച്ചു വരുന്ന താൻ പോരുമ, അതായത് എനിക്ക് കിട്ടണം, ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത്, എനിക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു ത്വര, ഒരു പാറ്റേൺ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ യൂസ് ആൻഡ് ത്രോ കൾച്ചർ വരുന്നുണ്ട്. ഇതൊക്കെ ഈഗോ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ സൈക്കയെ ബാധിക്കും. അത് തന്നെയാണ് ഇതിപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഒരു എന്നെക്കാളും ശക്തി കുറഞ്ഞ ആളെ ഞാൻ ആക്രമിക്കും.
അപ്പോൾ ഇന്ന് കൊറോണ കാലമായതുകൊണ്ട്, ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്, കൊറോണ കാലം ആയതുകൊണ്ട് നമ്മൾ വീടുകളിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ വീടുകളിൽ നോക്കുമ്പോൾ പുറത്ത് ഇവരൊക്കെ പുറത്തേക്ക് പോയാൽ പുറത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരെക്കാളും ശക്തി കുറഞ്ഞവർ. അവർക്ക് വീട്ടിനകത്ത് അകപ്പെടുമ്പോൾ കൊറോണ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അവരെക്കാളും ശക്തി കുറഞ്ഞവരുടെ ഭാര്യമാരിൽ, മക്കളിൽ ഒക്കെ ഇത് കാണിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് എനിക്ക് ബലമായിട്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇതിനെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ഇത് കാണേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ 3 മാനങ്ങൾ നമ്മൾ എന്താ പറയുക, വൈകാരിക മാനം, ഭൗതികമായിട്ടുള്ള മാനം, ആത്മീയമായിട്ടുള്ള മാനം, ഈ 3 മാനങ്ങളും ഒരേപോലെ നമ്മൾ ഒരു മനുഷ്യനിൽ വളർത്തിയെടുക്കാനായിട്ട് എവിടെയാണോ കുറവ് അത് നികത്തിയെടുക്കാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തും ഒക്കെ വേണ്ടതാണ്. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് ഇന്ന് ലോകമാകെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് താനും. അപ്പോൾ ഒരാളുടെ സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സിന് സമാധാനവും ശാന്തിയും സ്ട്രെസ്സും സ്ട്രെയിനും ഏത് തലത്തിലും അതൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നേരിടാൻ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ സെക്യുലർ എന്നുള്ളത് പ്രിയാമ്പിളിൽ ചേർക്കുന്നതിന് മുന്നേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലൊക്കെ തന്നെ ഈ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഈശ്വരചിന്ത നിറയ്ക്കുന്ന മെസ്സേജസ്, പിന്നെ നമ്മൾ എങ്ങനെയാണ് മൂല്യത്തോടു കൂടി, മൂല്യബോധത്തോടു കൂടി ഓരോരുത്തരുടെ ഇടയിൽ സമൂഹത്തിൽ പരസ്പരം ഒക്കെ ഇടപഴകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ തന്നിരുന്നു. ഈ സെക്യുലർ എന്നുള്ള വാക്ക് ചേർത്തപ്പോൾ അത് ഭാരതീയമായ പൈതൃകമാണ് താനും. ഈ സെക്യുലർ എന്ന വാക്ക് ചേർത്തതിന് ശേഷമാണ് ഈ ഭാരതീയ മൂല്യങ്ങൾ സ്കൂളുകളിൽ നിന്ന്, അതായത് സർക്കാർ സ്കൂളുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായത്. ഒരു സ്കൂളിലും ഇന്ന് അത് ആ ലെവലിലേക്ക് ഒരു മോറൽ സ്റ്റഡീസോ അല്ലെങ്കിൽ ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല കുട്ടികൾക്ക്. ഈഗോ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് നമുക്ക് കുട്ടികളെ വളർത്തുന്നത്. ഇത് എല്ലാത്തിലും ഈ ഗവൺമെൻറ് സ്കൂൾസിൽ പ്രത്യേകിച്ച് ഈ താഴെക്കിടയിലുള്ള ആളുകൾക്കും ഒക്കെ വരുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന എഡ്യൂക്കേഷനിലും അവർക്കൊക്കെ ഇത് ബാധകമാണ്. അവരെല്ലാവരും ഈഗോ ലെവലിൽ വരികയാണ്. അപ്പോൾ ഒരു സംഘർഷാവസ്ഥ നിറഞ്ഞ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പീസില്ല. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്താണോ കാണുന്നത് അത് തന്നെയാണ് ശരി, അത് മാത്രമാണ് അംഗീകരിക്കേണ്ടത്. അത് അംഗീകരിച്ചില്ലെങ്കിൽ എങ്ങനെ അംഗീകരിപ്പിക്കും എന്നുള്ള പല വഴികൾ തേടുക, കൊറപ്ഷൻ, എല്ലാ രീതിയിലും ശക്തി പ്രയോഗിക്കുക, ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു മീനിയേച്ചർ അവസ്ഥാവിശേഷം നമ്മൾ വീടുകളിൽ ഇപ്പോൾ കാണുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കി പോയേ പറ്റും. ആ ഒരു അവസ്ഥാവിശേഷം, ഇതിപ്പോൾ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അച്ഛൻ എറിഞ്ഞു, അതെനിക്ക് വിശ്വസിക്കാൻ മാഡം, ഞാൻ മാഡത്തിലേക്ക് തിരിച്ചു വരാം. മുരുകൻ്റെ അഭിപ്രായം കൂടി ഒന്ന് ആരായട്ടെ. മുരുകൻ, നമുക്കറിയാം രക്ഷിതാക്കളുടെ ക്രൂരതയ്ക്ക് മക്കൾ ഇരയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ കേരളത്തിൽ. തൊടുപുഴയിലൊക്കെ ജീവച്ഛവങ്ങളായി കഴിയുന്ന ചില മക്കളും ഉണ്ട്. നമുക്കറിയാം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ പെൺകുഞ്ഞിൻ്റെ അമ്മ പറയുന്നത്, അതായത് ഇതൊരു പെൺകുഞ്ഞ് ആയതിനാൽ ഇദ്ദേഹം അസ്വസ്ഥനായിരുന്നു, ഈ ഷൈജു തോമസ് അസ്വസ്ഥനായിരുന്നു. പല രാത്രികളിലും ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അമ്മയുടെ പുറത്തു വരുന്ന മൊഴി. ശുഭലക്ഷ്മി അതിൽ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യമായിരിക്കാം ഇവിടെ വില്ലൻ എന്ന ഒരു അഭിപ്രായമാണ് അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ മുരുകൻ? പെൺകുഞ്ഞ് ആയതുകൊണ്ട് ആ കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന ഷൈജു തോമസിനെ പോലുള്ള പിതാക്കന്മാർ ഉണ്ടോ ഇവിടെ? പൊതുവെ കേരളത്തിൽ പണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പരസ്പരം സ്നേഹിക്കുക, മനുഷ്യനെ ബഹുമാനിക്കുക, ആളുകളെ എല്ലാം സ്നേഹത്തോട് കാണുന്ന ഒരു മലയാളിയുടെ ഒരു നാടായിരുന്നു നമ്മുടെ കേരളം. ഇപ്പോൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ കുഞ്ഞ് പ്രസവിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഭാര്യയെ പ്രസവിച്ചു കഴിഞ്ഞാൽ
ആദ്യം നമ്മൾ ആൾക്കാർ ചോദിക്കുന്നത് കുഞ്ഞ് പ്രസവിച്ചു, ഭാര്യ പ്രസവിച്ചു, എന്ത് കുട്ടിയാ? പെൺകുഞ്ഞ്. ഓ, അപ്പൊ പിന്നെ എനിക്കൊന്നും കിട്ടാനില്ല, ഞാൻ അങ്ങാട്ട് കൊടുക്കേണ്ട വരുമല്ലോ, അപ്പൊ ഇനിയിപ്പോ എനിക്ക് ജോലിക്ക് പോയി പണിയെടുത്ത് 100 പവന് 50 പവന് ശ്രീധരൻ കൊടുക്കേണ്ട വരുമല്ലോ എന്നുള്ളൊരു ചിന്ത ആ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ ആളുകൾ പരസ്പരം പറഞ്ഞു തുടങ്ങുന്ന ഒരു സമ്പ്രദായം മലയാളികളുടെ ഇടയിൽ ഇന്ന് വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് സർവ്വസാധാരണമായി സാധാരണ തട്ടിൽ തന്നെ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആൺകുഞ്ഞാണെങ്കിൽ പ്രസവിക്കുകയാണെങ്കിൽ ആൺകുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ത്രീധനം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ നമ്മൾക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. കാരണം സ്ത്രീധനം കൂടുതൽ കൊടുക്കേണ്ട വരുന്നു, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടത് വരുന്നു. അവർ പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളെല്ലാം കൊടുത്ത് പെൺകുട്ടികളെ കെട്ടിച്ചു വിടേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ വലിയ രീതിയിൽ. ഇപ്പൊ എത്ര ഉന്നതനായാലും എത്ര വലിയ ആളുകളാണെങ്കിലും അവരൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ കല്യാണം കഴിച്ചു മക്കളെ വിടുന്നു എന്ന് പറയുമെങ്കിൽ പോലും നമുക്ക് അവര് ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോസ് കാണാം, അവരിടുന്ന ഇത് കാണാം. അതൊക്കെ കാണുമ്പോൾ അവരൊക്കെ എത്രയോ പവൻ സ്വർണങ്ങളാണ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ചെറുതൊന്നോ വലുതൊന്നോ ഇല്ല. ഇപ്പൊ പലപ്പോഴും തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ കാണുന്നത് എന്തെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ചെക്കന് സ്ത്രീധനം കുറഞ്ഞത് കൊണ്ട് പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ അവസ്ഥകളുണ്ട്. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ അങ്കമാലിയിൽ ഇപ്പൊ ഉണ്ടായി. ഇപ്പൊ അങ്കമാലിയിൽ ഈ ഒരു അവസ്ഥ പറയുമ്പോൾ തന്നെ ഈ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച അച്ഛൻ സത്യത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാൾ ഒരു നോർമൽ അല്ല. കാരണം ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ ചുറ്റിക എടുത്ത് അടിക്കുക, അല്ലെങ്കിൽ ഒരു ആയുധം ഉപയോഗിച്ച് കുഞ്ഞിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക, ഒരു പിഞ്ച് ജീവനെ കൊല്ലാൻ വരെ മടിയില്ലാത്ത ഒരു മനുഷ്യൻ ആക്ച്വലി അവനൊരു മാനസരോഗിയോ ഭ്രാന്തനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. കാരണം അവനെ ഞാൻ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ളവനെ നമ്മൾ ഭ്രാന്തൻ എന്നല്ലാതെ വേറെ എന്താ വിളിക്കേണ്ടത്? ഈ ജനിച്ച കുഞ്ഞിനെ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ മൃഗങ്ങളാണ്. ഈ മൃഗങ്ങൾക്ക് തുല്യമാണ് അവൻ. അതുകൊണ്ട് അവനെ പോലെയുള്ളവനെയൊക്കെ ഇവിടുത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവനെ ആദ്യം ജയിലിൽ അടയ്ക്കുക മാതൃകപരമായിട്ട്. അത് അങ്കമാലിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കടന്നു വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, മാസമാണോ എനിക്കതിന് കുറച്ച് കാലമായിട്ടുള്ളൂ, എനിക്ക് തോന്നണം ഇതുപോലെ തന്നെ വേറൊരാൾ വന്ന് ഒരു വീട്ടിലെ 3-4 പേരെ വെട്ടിക്കൊന്നു. അപ്പൊ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്കെതിരെ ഇതിനു മുമ്പ് നമ്മൾ തന്നെ ഈ അടുത്ത ദിവസം ഈ കൊറോണ കാലത്തും ഇത് ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊറോണ എന്ന് പറഞ്ഞ് മഹാമാരിയെ തുരത്തുന്നതിന് വേണ്ടി സർക്കാരും സംവിധാനങ്ങളും മനുഷ്യരും ഒക്കെ ഇങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലും പേടിച്ച് വിറച്ച് മനുഷ്യർ ജീവിക്കുന്നു. എത്രയോ നമ്മളുടെ കുടുംബത്തിൽ നിന്നല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർ എത്രയോ മനുഷ്യർ എത്രയോ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ പടപടാന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന കേരളം വിറങ്ങലിച്ചു നിൽക്കുന്നു, രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിൽ പോലും ഇതുപോലുള്ള ക്രൂരത കാണിക്കുന്ന മനുഷ്യർ ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പാമ്പിനെ കൊണ്ടുവന്നിട്ട് ആ പെങ്കൊച്ചിനെ കടിപ്പിച്ചു കൊന്ന മൃഗീകമായ അവസ്ഥകൾ. അപ്പൊ കൊലപാതകങ്ങളും അതിക്രൂരതയും മനുഷ്യനോടുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതല്ലേ ഇതെല്ലാം നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോ നേരത്തെ വക്കീല് പറഞ്ഞ പോലെ മദ്യമാകാം, കഞ്ചാവാകാം, മയക്കമരുന്നാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുതിയ തലമുറക്കാർ ഉപയോഗിക്കുന്ന TMG, ഗുളിക, അങ്ങനെ പലതരത്തിലുള്ള മയക്കമരുന്നുകൾ. ഇപ്പൊ ഈ അങ്കമാലി ഭാഗമാണെങ്കിലും പെരുമ്പാവൂര് ഭാഗമാണെങ്കിലും ഇവിടെയൊക്കെ മദ്യം മയക്കമരുന്നിന്റെയൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയാ കള്ളക്കടത്തിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച് കേൾക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ നിയന്ത്രിക്കേണ്ടതും ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം സമൂഹം തിരിച്ചറിയേണ്ടതും ഇതുപോലുള്ള ജീവൻ ഇനിയും കേരളത്തിൽ പൊടിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നിയമവ്യവസ്ഥയ്ക്കും ഒരു മനുഷ്യൻ, ഒരു സാധാരണ ആ കുഞ്ഞ് ആരോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് കേരളത്തിന് അപമാനമാണ്. തമിഴ്നാടുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ. പക്ഷെ ഇത് കേരളത്തിൽ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. ഇത് കേരളത്തിന് അപമാനകരം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഇല്ല. ശുഭലക്ഷ്മി, നേരത്തെ മുരുകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഷൈജു തോമസ് നോർമൽ അല്ല, അല്ലേ? സമനില തെറ്റിയ ഒരാൾ ആയതുകൊണ്ടല്ലേ സ്വന്തം കുഞ്ഞിനെ ഈ രീതിയിൽ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്? സ്വാഭാവികമായും നേരത്തെ മേഡം ചൂണ്ടിക്കാണിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം.
അതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്ന വ്യക്തികൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് 100% ശരിയാണ്. നമ്മളുടെ ഒക്കെ വീടുകളിൽ അതിൻ്റെ ഒക്കെ ഉദാഹരണം നമ്മൾ കാണുന്നുമുണ്ട്. ഇത് വളരെ അധികം ഈ ഇൻസ്റ്റൻസസ് നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റിപ്പോർട്ട് സമൂഹത്തിന് മുന്നിൽ വെക്കേണ്ടതും സർക്കാരുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചുമതലയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് നിൽക്കുകയാണ്. അതൊരു ചുമതലയാണെന്നുള്ള ബോധ്യം പോലും സർക്കാരിനില്ല. നമുക്കിത് ഓരോരുത്തരുടെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അവൻ്റെ താല്പര്യം, അല്ലെങ്കിൽ അവൻ്റെ റൈറ്റ്, കുടിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവനവൻ്റെ റൈറ്റ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇത് ഇത്രയും കാലമൊക്കെ എന്താണ് റൈറ്റ്, എന്താണ് ഡ്യൂട്ടി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ നമ്മളുടെ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഡം, ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രദേശവാസി അവിടെ സമീപത്തുള്ള ഈ ഷൈജു തോമസിൻ്റെ വീടിനടുത്തുള്ള ഒരാൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജെയിംസ്, എന്താണ് അവിടെ സംഭവിച്ചത്? ജെയിംസ്, നാട്ടുകാരുടെ നിഗമനം എന്താണ്? നാട്ടുകാരുടെ നിഗമനം, ആള് നല്ല രീതിയിൽ നടന്നും പ്രവർത്തിച്ചും പോയിക്കൊണ്ടിരുന്ന ആളിന് ഈ ഒരാഴ്ച കാലമായിട്ട് മദ്യപാനവും മയക്കുമരുന്നിനും അടിമയായിരുന്നു പ്രവാസികൾ തൊട്ടടുത്തുള്ളവര് കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട കാരണം അന്ന് മുതലാണ് സംശയം വന്നത്. ഹലോ, പറഞ്ഞോളൂ. ഈ ഷൈജു നിങ്ങളുമായിട്ടൊക്കെ ഇടപഴകുന്ന കൂട്ടത്തിലാണോ? നല്ല പക്ക കണ്ടീഷനായിട്ട് പെരുമാറാനും സംസാരിക്കാനും 10-15 ഭാഷ സംസാരിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും പറ്റിയ നല്ലൊരു വ്യക്തി, കാണാൻ സ്മാർട്ടുള്ളത്, ആരോടും അങ്ങനെ അലമ്പായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഞങ്ങളോട് ഇവിടെ അടുത്തൊക്കെ ഇടപഴകി പോകുന്ന ആൾക്കാർ തന്നെ. ഡീസന്റ് ആണ്. നല്ല രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തിച്ചും മറ്റുള്ളവരായിട്ട് സ്നേഹബന്ധം പുലർത്തി പോന്നുകൊണ്ടിരുന്നു ഈ അടുത്ത കാലത്ത്. ജെയിംസ്, ഈ കുഞ്ഞിന്റെ അമ്മ പറയുന്നത്, അതായത് ഈ പെൺകുഞ്ഞായതിനാലാണ് ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ്. ആ മൊഴി നമുക്ക് വിശ്വാസത്തിലെടുക്കാമോ? വിശ്വാസത്തില് ഇവന്റെ മറ്റുള്ള അമ്മയും അവരുടെ സഹോദരി ഒരു ദിവസം പറഞ്ഞായിരുന്നു ഇവന് സംശയമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം വന്നു. ആരെ? ഭാര്യയിൽ സംശയമോ? ഭാര്യയെ സംശയമായി. പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ലേ, 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. തൊട്ടടുത്തുള്ള സ്ത്രീകളായിട്ട് സംസാര വിഷയത്തിൽ വന്നുകൊണ്ട് അത് കൊള്ളും. ഇവര് ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നടന്നു പോകണം. തൊട്ടടുത്തേക്ക് നടക്കും. അങ്ങോട്ട് ഗർഭിണിയായി പിന്നെ അങ്ങോട്ടും പരസ്പരം നല്ല ചിരിയും കളിയായിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തികൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു ഞങ്ങൾ അറിഞ്ഞത്. ഈ നേപ്പാളി യുവതിയും അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ ഇടപഴകുന്ന കൂട്ടത്തിലാണോ? തൊട്ടടുത്ത് 1-2 സ്ത്രീകളായിട്ട് സംസാരിക്കുക, ഇങ്ങനെ ചിരിക്കുക, അങ്ങനെയല്ല. കൂടുതൽ വർത്താനൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങി പോകുമ്പോ ഇവൻ പുറത്തേക്ക് അധികം കൊണ്ടുവന്നല്ല ആളെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കും. തൊട്ടടുത്ത അയൽക്കത്തെ പൗലോസ് ഓട്ടോറിക്ഷ വിളിക്കും. ആശുപത്രിയിൽ പോകും, ഇങ്ങനെ ആലുവയിൽ പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡോക്ടറെ കാണാനൊക്കെയും പോകാൻ സമയത്ത് പുറത്ത് കാണാറുണ്ട്. ഇയാള് ടൂറിസ്റ്റ് ഗൈഡ് എന്നല്ലേ പറഞ്ഞത്? ടൂറിസ്റ്റ് ആയിട്ട് പോകും. ഈ മത പ്രസംഗത്തിനൊക്കെ പോവാറുണ്ടെന്ന് പറഞ്ഞ. കാരണം അങ്കമാലി ചർച്ച് നഗറിന്റെ ഓപ്പോസിറ്റ് ഒരു പ്രാർത്ഥനാലയം ഉണ്ട്, അവിടേക്കും പോവാറുണ്ടെന്ന് പറഞ്ഞ. സുവിശേഷ പ്രസംഗനാണോ? സുവിശേഷം ഇത് മതത്തെ ഈ പെന്തക്കോസ്ത മതത്തിന് വിശ്വാസമുള്ള വ്യക്തിയാണ്. സുവിശേഷ പ്രസംഗനായിട്ടാണോ ഇങ്ങനെ ഈ കടുങ്കൈ ചെയ്തത്? അപ്പോൾ സ്വാഭാവികമായും ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നായിരിക്കാം ഇദ്ദേഹത്തിന്റെ സമനില തെറ്റിച്ചത്. സമനില തെറ്റിച്ചത് ആ വഴി. കാരണം ഈ ഇത് സംഭവിക്കണേക്ക് ഒരാഴ്ച മുമ്പ് കാലം തൊട്ടടുത്ത വീടിന്റെ അവിടേക്ക് പരിസരവാസി ഒരു ആ വ്യക്തിയായിട്ട് കമ്പനി മദ്യം കഴിക്കാനും പിടിക്കാനൊക്കെ പോവാറുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ആ മൊഴിയിൽ നിന്ന് കിട്ടിയത് അവനായിട്ട് മദ്യം കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വളരെയധികം നന്ദി ജെയിംസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും അഡ്വക്കേറ്റ് ശുഭലക്ഷ്മിയിലേക്ക് പോകുന്നു. ശുഭലക്ഷ്മി, നാട്ടുകാർ പറയുന്നത് ഡീസൻ്റ് ആയിരുന്നു. ഇടക്കാലത്ത് ഈ കോവിഡ് വന്നപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായും തൊഴിൽ നഷ്ടപ്പെട്ടു. ഇയാളൊരു ടൂറിസ്റ്റ് ഗൈഡാണ്, സുവിശേഷ പ്രവർത്തകനാണെന്നും പറയുന്നു. പെന്തക്കോസ്ത് സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണെന്ന് പറയുന്നു.
പക്ഷേ ഈ ചിരിച്ച് കളിച്ച് നടന്നിരുന്ന ആൾ പെട്ടെന്ന് മാറുന്നു, അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. ഇവിടെ വീണ്ടും നേരത്തെ മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ മദ്യവും മയക്കുമരുന്നും ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സമനില തിരിച്ചത്. കാരണം നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്കൊരിക്കലും ഇങ്ങനെ ഈ ഒരു തരത്തിൽ ക്രൂരകൃത്യം ചെയ്യാനാവില്ല, അല്ലേ? എന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിശ്വസിക്കുകയാണെങ്കിൽ പോലും, സംശയിക്കുകയാണെങ്കിൽ പോലും, അതിനും കാരണം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലഹരി മരുന്നിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ടതുകൊണ്ടാണ്. അത് ബ്രെയിനിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. അവരത് വിശ്വസിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അവരുടെ കൈപ്പിടിയിലില്ല. ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഇഷ്ടംമാരി മദ്യം ഒഴുക്കുകയും എന്താ പറയുക, ലഹരി വളരെയധികം അവൈലബിൾ ആക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം സ്റ്റേറ്റ് നമ്മളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഈ സർക്കാർ നമ്മളോട് ചെയ്യുന്ന, ഈ സംസ്ഥാനത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. നമ്മളുടെ എല്ലാവരുടെയും സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം വല്ലാതെ ഭീഷണിയിലാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഇന്നിപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ആ പിഞ്ചു കുഞ്ഞ്, അതിൻ്റെ തലച്ചോറിനാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടി വളർന്നു വരുമ്പോൾ ഏതൊക്കെ അവസ്ഥയിൽ കൂടി പോവും, അതിൻ്റെ ഏതൊക്കെ ഫാക്കൽറ്റീസിന് പ്രശ്നം വരും ഒന്നും നമുക്ക് പറയാൻ സാധ്യമായിരിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി വേണ്ടത് സർക്കാർ ആ കുഞ്ഞിൻ്റെ ആജീവനാന്തം, ആ കുഞ്ഞിൻ്റെ മരണം വരെയുള്ള എല്ലാ ചെലവുകളും, ആ കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ ആ കുട്ടിയെ സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. ശരിക്കും ആ കുട്ടിയുടെ എല്ലാ ചെലവും സർക്കാർ വഹിക്കേണ്ടതാണ്. വെച്ചാൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഇത്ര അധികം ഇങ്ങനത്തെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മദ്യവും മയക്കുമരുന്നും ഇഷ്ടം പോലെ ഒഴുകാണ് ഈ രാജ്യത്ത്. അതൊക്കെ ഒരു തടയിടാനായിട്ട് ആവശ്യമാണ്. പിന്നെ ഈ നമ്മൾ ഈ പൗരന്മാർ നമ്മുടെ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, സ്ട്രെയിൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതിനൊക്കെ നമുക്ക് മോറലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് WHO പറയുന്നത് എല്ലാവരും ഈ സ്ട്രെസ്സിനും സ്ട്രെയിനും COVID-19 കാരണം എല്ലാവരും സ്ട്രെസ്സിനും സ്ട്രെയിനിനും അടിമപ്പെട്ടിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ യോഗ, ധ്യാനം, പ്രാണായാമം പോലുള്ളത് പരിശീലിക്കുക എന്ന് WHO ഹെൽത്ത് ഓർഗനൈസേഷനാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ് നമ്മളോട്. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യരുടെ, പൗരന്മാരുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഭൗതികമായിട്ടുള്ള ഒരു നിലവാരം പുലർത്താനും ഒക്കെ ഈ സർക്കാരുകൾ ഇതുപോലെ കോഴ്സസ് ഫ്രീ ആയിട്ട് എല്ലാവരിലും എത്തിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ആത്മീയ ആചാര്യന്മാർ, ഇപ്പോൾ ശ്രീ രവിശങ്കർ, പൂജ്യ ശ്രീ രവിശങ്കർ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അന്ന് തുടങ്ങി. അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം എന്നേ മനസ്സിലാക്കി. ഇത് ലോക്ക്ഡൗൺ തുടങ്ങിയ ദിവസം മുതൽ അദ്ദേഹം 2 നേരവും അദ്ദേഹത്തിൻ്റെ ധ്യാനം 12 മണിക്കും 7:30ക്കും അദ്ദേഹത്തിൻ്റെ ധ്യാനം ലോകമെമ്പാടും കൂടെ ചേരുകയാണ്. എല്ലാവരുമായിട്ട് അദ്ദേഹം സംവദിക്കുകയാണ്. അവരെ പോലെ ആത്മീയ നേതാക്കൾ, സദ്ഗുരു ആണെങ്കിലും അമ്മയാണെങ്കിലും മാതാ അമൃതാനന്ദമയി ആണെങ്കിലും എല്ലാവരും അവരെ കൊണ്ട് എന്താണോ സാധിക്കുക, അവർക്ക് ഇതിൻ്റെ തീവ്രത അവർ എന്നോ മനസ്സിലാക്കിയതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞത് അവൻ്റെ വികാരവും അവൻ്റെ മനസ്സും ശരീരവും ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, ആരോഗ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് എന്താണോ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കരുത് സർക്കാർ. എന്നുവെച്ചാൽ ഇന്ന് ലോകത്ത് നമ്മുടെ മാനസികാരോഗ്യം വളരെ അത്യാവശ്യമായിട്ട് വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള ഒരു പരിതസ്ഥിതിയും കൂടിയുണ്ട്. ഇനി വരാൻ പോകുന്നത് ഭീതിജനകമായി. എനിക്ക് പോലും ഇപ്പോൾ ഭയങ്കര ഭീതിയാണ്. എന്ന് വെച്ചാൽ ഈ കൊണ്ടുവരുന്ന മൈക്കിൽ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെവിയിൽ വയ്ക്കുന്ന ഇയർഫോണിൽ എന്തെങ്കിലും പ്രശ്നം, ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരു സംശയങ്ങൾ നമുക്ക് വരും. അതിനി കുറേ കാലത്തേക്ക് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ പാകപ്പെടുത്തി എടുക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, പ്രാണായാമയിലും യോഗയിലും ഇതൊക്കെ സർക്കാർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഇത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഉദാഹരണമാണ് ഇത്. പക്ഷെ നമ്മൾ കാണുന്നു നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടും വർദ്ധിച്ചു വരുന്ന ഇതുപോലെ, ഇവിടെ മാത്രമല്ല, കുറച്ചു കാലം ലോക്ക്ഡൗൺ പീരീഡിൽ കുറേ പ്രശ്നങ്ങൾ
വീടിനകത്തുണ്ടായിരുന്നു എന്നല്ലാണ്ട് ക്രൈം റേറ്റ് കുറഞ്ഞിരുന്നു. അതിനർത്ഥം എന്താ? ഇവർ പുറത്തേക്ക് പോകുമ്പോൾ ക്രൈം ചെയ്യുന്നുണ്ടെന്നല്ലേ. ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് കൂടുന്നു, പുറത്ത് ക്രൈം കുറയുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇവരൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് അവിടെ വയലൻസ് ഉണ്ടായിട്ടുണ്ട്, ക്രൈം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വീടിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് വരുന്നു. വീടിനുള്ളിലെ പ്രശ്നങ്ങൾ വീട്ടുകാരുമായിട്ട് അവരെക്കാളും ശക്തി കുറഞ്ഞവരെ സ്റ്റൂജസ് ആയിട്ട് അവരോടാണ് ഇതൊക്കെ തീർക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഒരു ഇൻഡിവിജ്വലിന്റെ മനസ്സും ശരീരവും ആത്മീയമായിട്ടുള്ള പുരോഗതിയും ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇനി മനസ്സിലാക്കേണ്ടതുണ്ടോ? ഇതിനെ പുറംതിരിഞ്ഞിരിക്കരുത്, തമാശയായിട്ടും കാണരുത്, ഇതിനെ മോശമായിട്ടും കാണരുത്. ഇതെന്താ പറയാ, നമ്മളിപ്പം കുറേ ചർച്ചകൾ ഇങ്ങനെ നമ്മൾ നടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ എല്ലാവരോടും ഒരു പുച്ഛം തോന്നാൻ തുടങ്ങി. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. വിദ്യാർത്ഥികൾ, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു. കേരളത്തിൽ അതൊക്കെ കൂടി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ട് അനുകരിക്കുന്നതാണോ എന്ന് പോലും സംശയം ഉണ്ട്. അല്ല, മെന്റൽ സ്ട്രെയിൻ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ടീച്ചേഴ്സിനെ നോക്കട്ടെ. ടീച്ചേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് തല്ലുന്നു എന്നൊക്കെ പറയുന്നു. അവർക്ക് എന്തെല്ലാം തരത്തിലെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആങ്കർ ഉണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ചുറ്റും സമ്മർദ്ദമാണ്. ഒരു പ്രഷറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രഷർ ഈസി ചെയ്യാനായിട്ട് നമ്മൾ പരസ്പരം നമ്മൾ സഹായിക്കുന്നില്ല. നമ്മളോട് പ്രഷർ വരുമ്പോൾ നമ്മൾ അതേപടി റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും പിടിച്ചു കെട്ടണ്ടേ? നമ്മൾ ഇതിനും ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇതേപോലെ ഓരോ ചർച്ചകളും ഡിസ്കഷനും ഒക്കെ നമുക്ക് ഇങ്ങനെ ഡിബേറ്റും ഒക്കെ വെച്ച് ഇങ്ങനെ പോവും. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? തീർച്ചയായും അല്ലേ നമ്മൾ അതിനെ കുറിച്ചല്ലേ നമ്മൾ നോക്കേണ്ടത്? തീർച്ചയായും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ക്രിയാത്മകമാവുകയുള്ളൂ. അല്ലാതെ ഒരു ആത്മഹത്യ വരുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്നു, നമ്മളത് മറയ്ക്കുന്നു. വീണ്ടും ഒരു പുതിയൊരു സംഭവം, ഇതുപോലുള്ള ക്രൂര സംഭവം ഉണ്ടാകുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു, പിന്നെയും അത് മറക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അതിന് എന്തായാലും ഒരു അറുതി വേണം. ഞാൻ മേഡത്തിലേക്ക് തിരിച്ചെത്താം. മുരുകൻ, ഈ നാട്ടുകാരൻ പറഞ്ഞതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പെരുമ്പാവൂർ, അങ്കമാലി, അതുപോലെ തന്നെ ഈ നമ്മുടെ എറണാകുളം, പൊതുവെ എറണാകുളം ജില്ല തന്നെ ഒരു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒരു വലിയ ഒരു പുതിയ തലമുറയിലെ ആളുകൾ ഇതിനെല്ലാം അടിമപ്പെട്ടുകൊണ്ട് ഇതിൽ ആകർഷിതരായി. ക്ഷമിക്കണം, ഞാൻ മുരുകനിലേക്ക് തിരിച്ചെത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അഡ്വക്കേറ്റ് ശുഭലക്ഷ്മി ചൂണ്ടിക്കാണിച്ചത് വളരെയധികം ശരിയാണ്. കാരണം നമ്മൾ ഈ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതല്ല ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഈ പരിഹാരം കണ്ടെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ ഭരണകൂടങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം യോഗയാവട്ടെ, മറ്റ് അതുപോലുള്ള സംവിധാനങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതിലല്ല സർക്കാരിന് താല്പര്യം. മറിച്ച് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മദ്യശാലകൾ തുറന്നു കൊടുക്കുക. ഈ കൊറോണ കാലത്തും തുടക്കത്തിൽ അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആപ്പ് പോലും ആവശ്യമില്ല. എവിടെ ചെന്നാലും സുലഭമായി മദ്യം കിട്ടും എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഭരണകൂടങ്ങൾ തന്നെയല്ലേ? അതെ, അത് ഈ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, MSW സ്റ്റുഡൻസ് ഇവരെല്ലാം തന്നെ ശരിക്കും ഈ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ താഴെ വരുന്ന ഒരു പഠനത്തിന് ഇവരെല്ലാം സഹായകരമാവണം. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, ഇത് ഒരു റിസർച്ച് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമുക്ക് ഓരോ വീടുകളിലും ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിലോട് പ്രതികരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇനി സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ആ സാഹചര്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നും കൂടി കാരണങ്ങൾ എന്നും മനസ്സിലാക്കിയിട്ട് ആ കാരണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ആരോഗ്യ മന്ത്രാലയം ഇത് ശരിക്കും ഒരു സർവേ ആയിട്ട് നടത്തിയിട്ട് MSW സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, ഈ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് ഇവരൊക്കെ ആയിട്ട്
നിരന്തരം ബന്ധപ്പെടണം, അവരുമായിട്ട് സംസാരിക്കണം. പിന്നെ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ, ഇതിൻ്റെ ഒക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വശം ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അതൊക്കെ ഇവിടെ നമുക്ക് ശരിക്കും ട്രൈ ചെയ്യണം. നമ്മുടെ ഇടയിൽ സംസ്ഥാനത്തൊക്കെ ശരിക്കും തന്നെ അത് ശ്രമിക്കുന്നും കൂടിയില്ല. എൻ്റെ വിഷമവും വേവലാതി അവിടെയാണ്. ശ്രമിക്കുന്നും കൂടിയില്ല. എന്താണോ പൗരന് വേണ്ടത് അത് കൊടുക്കണം എന്നുള്ളതാണ്. അത് അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിച്ചു കൊടുക്കുകയാണ്. എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ വരുന്ന സമൂഹത്തിലെ സാഹചര്യം നോക്കിയിട്ട്, ക്രിമിനൽ റേറ്റ്സ് നോക്കിയിട്ട് അതെങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് കൃത്യമായിട്ട് ഒരു പഠനം നടത്തിയിട്ട് അത് സർക്കാർ ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു മുഷ്ടി ചുട്ടിക്കൊണ്ടുള്ള ഒരു റെസിസ്റ്റൻസ് അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെയും നമ്മളുടെ ഭാരതീയമായിട്ടുള്ള ഈ പൈതൃകത്തിനെ ഉൾക്കൊള്ളുകയും അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ പാശ്ചാത്യരെ ചവച്ചു തുപ്പിയ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അതിനെ വാരിയെടുത്ത് ഇവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അത് ഞങ്ങൾക്ക് വേണ്ട, സമൂഹത്തിന് വേണ്ട. അതിൻ്റെ ഒരു പരിണിത ഫലം അനുഭവിച്ചിട്ടാണ് അവർ ഈ യോഗയിലേക്കും ഈ ഇതിലൊക്കെ മാറുന്നത്. അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു പഠനം നടത്തിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. ഇത് വെറുതെ പറയല്ല. ഇത് വളരെയധികം ഇതിൽ വ്യത്യാസങ്ങൾ നമ്മൾ തന്നെയും കുറേ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ടീച്ചേഴ്സ് കുട്ടികളെ അടിക്കണമെന്ന് നമ്മൾ പറയുന്നു. അവർക്ക് സ്ട്രെസ് ഉണ്ട് ഒരുപാട്. ഇപ്പം നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെയും കമേഴ്സ്യലൈസ് ചെയ്തു നമ്മൾ, അല്ലേ, വാണിജ്യവൽക്കരിച്ചു കഴിഞ്ഞു. നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ കാണുന്നത് എന്താണ്? ഒരു കമേഴ്സ്യൽ സെൻറ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. പൈസ ഉണ്ടാക്കാനുള്ള ഒരു നല്ല പരിപാടിയായിട്ടാണ് കാണുന്നത്. അവിടെ നമ്മൾ ടീച്ചേഴ്സിനെ ശരിക്കും ഇങ്ങനെ സ്ക്വീസ് ചെയ്യാണ്. അധ്യാപകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലാണ് നമ്മൾ കാണേണ്ടത് അവരെ? അവർക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അവരുടെ ഉള്ളിൽ ആങ്കർ ഉണ്ട്. ആ ആങ്കർ അവർ തീർക്കുന്നത് എവിടെയാ? അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരെക്കാളും ശക്തി കുറഞ്ഞ ആൾക്കാരോട്, കുട്ടികളോട് അവർക്ക് ഇങ്ങനെ മനഃപൂർവ്വം അല്ലാതെ ആ ആങ്കർ പൊട്ടി വരുന്നതാണ്. അപ്പൊ ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. കുട്ടികള് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛൻ പുറത്തുനിന്ന് വരുമ്പോ എല്ലാ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ കുട്ടികള് ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുട്ടികളെ തല്ലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത്യാവശ്യമാണ് നമുക്ക്. അത് എന്താ പറയാ, വളരെ വളരെ സെൻസിറ്റീവായിട്ടും സെൻസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിൽ എടുക്കേണ്ടത് തന്നെയാണ്. വീടാന്തരം സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റിന്റെയും എന്താ പറയാ ഈ റിസർച്ച് സ്കോളേഴ്സിന്റെയും ഒക്കെ സേവനം നമുക്ക് കിട്ടേണ്ടതാണ്. വിളിക്കുമ്പോൾ മാത്രം കൊടുക്കപ്പെടേണ്ടതല്ല. ഈ സാഹചര്യത്തിന് ഒത്തു പെരുമാറുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ വിജയം. ഈ സാഹചര്യത്തിൽ മാനസികമായിട്ട് പിരിമുറുക്കം വരുന്നു, കുറേ പ്രശ്നങ്ങൾ വരുന്നു. സാമ്പത്തികം മാത്രമല്ല, ഇതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വീട്ടിൽ തന്നെ അടഞ്ഞു കിടക്കാൻ ഇന്ന് ഒരാൾക്കും പറ്റുന്നില്ല. 24 മണിക്കൂറും വീടിനകത്ത് തന്നെ കഴിയാന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുക. പുറത്ത് തന്നെ ഇറങ്ങി പല ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ടിരിക്കുമ്പോഴും ഒരു ചെറിയ സ്പേസിനുള്ള ഒതുങ്ങി കൂടാനായിട്ട് അതൊരു വലിയ സ്ട്രെസ് ആയിട്ട് മാറും. തീർച്ചയായും കൊറോണ മുന്നോട്ട് വെക്കുന്ന മാനസിക സംഘർഷവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. വീണ്ടും മുരുകനിലേക്ക് പോവുകയാണ്. മുരുകൻ KSEB ഒരു ഇരുട്ടടി തന്നതാണ്, അതുകൊണ്ടാണ് മുരുകൻ പെട്ടെന്ന് അപ്രത്യക്ഷമായത്. മുരുകനെ തുടരാം. അല്ലേട്ടാ, അതായത് എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഇപ്പം മദ്യത്തിന്റെ ഉപയോഗമാണെങ്കിലും മയക്കുമരുന്നിന്റെ ഉപയോഗമാണെങ്കിലും കഞ്ചാവിന്റെ ഉപയോഗമാണെങ്കിലും മറ്റു തരത്തിലുള്ള പുതിയ തലമുറയിലെ യുവാക്കൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗങ്ങളുടെ എണ്ണങ്ങൾ വളരെ കൂടി വരികയാണ്. അത് എങ്ങനെ ഇത്ര കൃത്യമായി പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൃത്യമായി പറയുന്നത്. അന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്കമാലി ആയിക്കോട്ടെ, പെരുമ്പാവൂർ ആയിക്കോട്ടെ, മൂവാറ്റുപുഴ ആയിക്കോട്ടെ, ഫോർട്ടോച്ചി ആയിക്കോട്ടെ, പള്ളുരുത്തി ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ ഉള്ള എല്ലാവരും മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞു. ഇത്തരം മേഖലകളിൽ ധാരാളം മുരുകൻ, ഇതൊക്കെ അവിടുത്തെ പോലീസിനും അറിയാമല്ലോ അല്ലേ? പോലീസിനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? പോലീസ് ഈ മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു.
പോലീസ് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്താൽ പോലും പോലീസിനെയൊക്കെ കാണാതെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവരുടെ സുലഭമായ ഇവരുടെ കച്ചവടവും രീതികളെല്ലാം ഇവർക്ക് നടത്താനുള്ള പ്രത്യേക തന്ത്രങ്ങളും ഇവരുടെ പ്രത്യേക രീതികൾ ഇവർക്കുണ്ട്. അപ്പൊ ഇത് തന്നെ ഞാൻ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് ഇപ്പൊ കോതമംഗലം ഒന്നും മോശമൊന്നുമല്ല, ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവാക്കള് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇവർക്ക് ഭ്രാന്താണ്. ഒരു 10, 20, 25 വയസ്സും 30 വയസ്സുള്ള യുവാക്കള് ഈ അടിമകളായിട്ടുണ്ടെങ്കിൽ ഈ മാനസികരോഗ ആശുപത്രികളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇവർ സ്വയം മദ്യം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ പാമ്പ് കയറുന്നു എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ബഹളം ഉണ്ടാക്കുകയാണ്, പകലും ബഹളം ഉണ്ടാക്കുന്നു. കാരണം ഇത് കിട്ടാതാകാൻ നേരത്ത് എന്നിട്ട് ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഭാര്യനെ തല്ലുന്നു, മക്കളെ തല്ലുന്നു, അമ്മേനെ തല്ലുന്നു, അച്ഛനെ തല്ലുന്നു. ഇത് കിട്ടാതാകുമ്പോ അയൽവാസിനെ പോയിട്ട് ആക്രമിക്കുന്നു. ഇതുപോലെ ഒരുപാട് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഇപ്പൊ ഇത് തന്നെ നേരത്തെ ചോദിച്ചു, കേരളം എങ്ങോട്ട് എന്ന് ചോദിക്കുന്നത് പോലെ യുവാക്കൾ, ഭാവി തലമുറയിലെ യുവാക്കൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 2 പേരും അല്ല 10, 30, 20 പേര് ബൈക്ക് അപകടത്തിൽ അല്ലെങ്കിൽ കാർ അമിത വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോയിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഈ യുവാക്കളുടെ അതിക്രമം എന്നല്ല ഇതിന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് അടിമകളായി പാവം ബാക്കിയുള്ള മനുഷ്യരുടെ ജീവനും കൂടി ഇവർ ഇടിച്ചു കളയുകയാണ്. അപ്പൊ ഇത് ആര് നിയന്ത്രിക്കും, എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയും ഇല്ല. ഇപ്പൊ നേരെ കറണ്ട് കട്ട് ചെയ്ത എല്ലാ ആൾക്കാരും KSEB സമരം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ എങ്ങനെ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ എങ്ങനെ ഇതിനെ കണ്ടെത്താൻ കഴിയും, അതിന് എന്താണ് ഒരു മാർഗം? അപ്പൊ ഇത് ആര് നിയന്ത്രിക്കും? ഇപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ തന്നെ അയാൾക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിൽ വേണ്ട, തൊട്ടടുത്ത അങ്കമാലിയിൽ തന്നെ എത്ര അനാഥാലയങ്ങൾ ഉണ്ടെന്നറിയോ? കുട്ടികളെ ദത്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ അമ്മത്തൊട്ടിലുണ്ടായിരുന്നു, ഇയാൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് അമ്മത്തൊട്ടിലിൽ കൊണ്ട് രാത്രിക്ക് ഇയാളുടെ ഭാര്യയെ കൊണ്ടുപോയിട്ട് ആ അമ്മത്തൊട്ടിൽ കൊണ്ട് ഈ കുട്ടീനെ കൊണ്ട് ഇട്ടിട്ട് പോരായിരുന്നല്ലോ. ആ അമ്മത്തൊട്ടിലുകാരെ ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ മാതാപിതാക്കൾ ഇന്ന് കേരളത്തിൽ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തു നിൽക്കുകയാണ്, ഞങ്ങൾക്ക് എന്ന് കുഞ്ഞിനെ കിട്ടും, ഞങ്ങൾക്ക് എന്ന് കുഞ്ഞിനെ കിട്ടും, ഭഗവാനെ, ഈശ്വര, ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആളുകൾ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോലും കഴിയാതെ ആളുകൾ പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴാണ് കുഞ്ഞിനെ കിട്ടിയിട്ട് അവർക്ക് ഭാഗ്യമുണ്ടായിട്ട് ഈശ്വരന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടായിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന നാട്ടിൽ നമ്മളെല്ലാം ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ ഗതികേട് ഈ ലോകത്ത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ പോലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഞ്ഞിൻ്റെ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയ അത് പൂർത്തിയായി. ഇപ്പോൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശുഭലക്ഷ്മി, ശ്രീ തിരുവോരം മുരുകൻ.